പാലക്കാട് ഒഴലപ്പതിയിൽ ആധാർ കാർഡ് കൈവശമില്ലാത്തതിനാൽ 6 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. വടകരപ്പതി പഞ്ചായത്ത് കിണർപ്പള്ളം സ്വദേശി ജോസഫാണ് ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ ആശുപത്രി അധികൃതർ ആരോപണം തള്ളി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ ഒ പി ടിക്കറ്റ് ആധാർ കാർഡ് ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ആധാർ കാർഡ് വീട്ടിലാണ്, കൊണ്ടുവന്നില്ല, ആ തിരക്കിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അവർ അതില്ലാണ്ട് കാണിക്കാൻ പറ്റില്ല പറഞ്ഞു. അച്ഛൻ്റെ നമ്പർ കൊടുത്തു, അതും പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ നമ്പറും കൊടുത്തു, പറ്റില്ല പറഞ്ഞു. പിന്നെ അപ്പം തന്നെ വീട് വന്നു എടുത്തിട്ട് പോയി. അപ്പോൾ അവർ എടുത്തിട്ട് പോയി. അപ്പോൾ കുട്ടിക്ക് വീണ്ടും അമ്മ തല കറങ്ങണോ കാലൊക്കെ വേദനിക്കണോ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞില്ല. അപ്പം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വിളിച്ച പറ്റിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ മെഡിക്കൽ ഓഫീസറോ ഇല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറെ അവർ കോൺടാക്ട് ചെയ്യണം. അവർ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ പരാതി കൊടുത്ത വ്യക്തി പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, കുട്ടിക്ക് ചികിത്സ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബത്തിന്റെ പരാതി? ദിവ്യ, ഈ പാലക്കാട് ഒഴലപ്പതിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കിണർപ്പള്ളം സ്വദേശിയായ ജോസഫിന്റെ ഭാര്യ ബിൻസിയും ഇവരുടെ 6 വയസ്സുള്ള മകനെ കൊണ്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അവിടെ ഉള്ള ഉദ്യോഗസ്ഥർ ആധാർ കാർഡ് ആവശ്യപ്പെടുന്നു. ആധാർ കാർഡ് തങ്ങളുടെ കൈവശം ഇല്ല, പിന്നീട് എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആധാർ കാർഡ് ഇല്ലാതെ ചികിത്സ നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ പരാതി. ഇവർ ആരോഗ്യവകുപ്പിനും DMOക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അവിടെയുള്ള ഡോക്ടർമാർ പറയുന്നത് ഇവർ ഡോക്ടർമാരെ സമീപിക്കുകയോ ഈ ആശുപത്രിയിലെ RMO അല്ലെങ്കിൽ ഡ്യൂട്ടിയുള്ള ഡോക്ടറെയോ സമീപിച്ചിട്ടില്ല. ഇവർ ഈ പരാതി നൽകിയ ജോസഫ് ആശുപത്രിയിൽ എത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്ന് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് ആധാർ കാർഡ് എത്തിച്ചു. അപ്പോഴേക്കും ഈ മകന് കാലിൽ വേദന അധികമായെന്നും അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയതുമെന്നുമാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. ശരി.